എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ മോരുകറിയാണ് കേട്ടോ. അത് നമുക്കറിയാം, നമുക്ക് വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വിശേഷങ്ങൾക്ക് സദ്യ ഉണ്ടാക്കുമ്പോഴൊക്കെ അതിലൊഴിച്ചു വിടാനാവാത്ത ഒന്നാണ് ഈ ഒരു മോരുകറി. അതായത് ചില സ്ഥലത്ത് ഇതിന് എന്താ പറയുക, പുളിശ്ശേരി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് വിറകടുപ്പ് കത്തിച്ച് നമ്മൾ പുറത്താണ് പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് അതിന് വേണ്ടിയിട്ട് ഇവിടെ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. വെള്ളരിക്ക നന്നായിട്ട് തന്നെ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. തോലൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കിത് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നത് കേട്ടോ. ഡയറക്റ്റ് മൺചട്ടി വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ അത്യാവശ്യം നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ പുറത്ത് വിറകടുപ്പ് കത്തിച്ചിട്ട് അവിടെയാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം ഒന്ന് ചൂടായി ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വെക്കാം. സദ്യയിൽ നമ്മൾ ഈ ഒരു കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക വെച്ചിട്ടേ വെക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ നമുക്ക് മോരുകറി പലതരം സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സദ്യ സ്റ്റൈൽ വെക്കുമ്പോൾ ഈ ഒരു 2 ഐറ്റത്തിൽ ഏതെങ്കിലും എടുക്കണം. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 4-5 പച്ചമുളക് കട്ട് ചെയ്തത്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ഞാൻ ഈ ഒരു മോരുകറിയുടെ കഷ്ണങ്ങൾ കഴുകിയിട്ട ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന് വേവട്ടെ. അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറിവേപ്പിലയും ഇഞ്ചിയും എല്ലാം കിടന്ന് വേവുമ്പോൾ ഈ ഒരു കഷ്ണങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം കൂടി പറഞ്ഞുതരാം. നമ്മളിതിലേക്ക് തേങ്ങേൻ്റെ അരപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ ആ ഒരു അരപ്പിൻ്റെ കൂടെയും കൂടി നമ്മൾ മഞ്ഞൾ ചേർത്തിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് കുറവ് മഞ്ഞൾപ്പൊടിയാണ് കറിക്ക് ചേർക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് പൊട്ടിക്കൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ജീരകം, 1/4 ടീസ്പൂണിലും കുറവ് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ. അപ്പോൾ ഈ ജീരകത്തിൻ്റെയൊക്കെ കറിക്ക് ടേസ്റ്റ് വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ പാടുള്ളൂ കേട്ടോ. ഒത്തിരി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു കുത്തൽ വരും നമ്മളെ കറിക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. വളരെ കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല എരിവുള്ള കാന്താരി, ഈ ഒരു കാന്താരി ചേർത്ത് മോരുകറി വെക്കുമ്പോണ്ടല്ലോ ഒന്നും പറയാനില്ല, അതിഗംഭീരമായിട്ടുള്ള ഒരു രുചിയാണ് കേട്ടോ. അത് നമുക്ക് ഫീൽ ചെയ്തേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു പ്രത്യേക നമ്മൾ കഷ്ണത്തിൻ്റെ കൂടെ മുളകിട്ടിട്ടുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം നല്ല എരിവുള്ളൊരു കറിയാണ്. അത്യാവശ്യം അങ്ങനെ ഒരുപാട് എരിവൊന്നുമല്ല കേട്ടോ, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ളൊരു എരിവ്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാന്താരി, അതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് കടുകുണ്ടല്ലോ, പച്ചക്കടുക്, അതൊരു 10-15 മണി കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ടല്ല ഞാൻ അരയ്ക്കുന്നത്. നമ്മുടെ ഈ തേങ്ങേൻ്റെ ഒരു കൂട്ട് നമ്മൾ അരയ്ക്കാനുള്ള മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളത്തിന് പകരം നല്ല ഒരുപാട് പുളിയില്ലാത്തതായ കട്ടത്തൈര് നമ്മൾ ഈ ഒരു തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഈ അരയ്ക്കാൻ വെച്ച ഈ ഒരു തേങ്ങയിലേക്ക് നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. തൈര് ചേർത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിന് പകരം വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നവരുണ്ട്. പക്ഷേ വെള്ളം ഒഴിച്ച് അരയ്ക്കുന്നതിനെക്കാട്ടിയും കറിക്ക് ഒന്നും കൂടി നല്ല ടേസ്റ്റ് കൊടുക്കുന്നതും കറി നല്ലൊരു കുറുകിയ കറിയായിട്ട് നിൽക്കാൻ സഹായിക്കുന്നതും തൈര് ചേർത്തരയ്ക്കുന്നതിന്. അപ്പോൾ അങ്ങനെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നല്ല മാറ്റം ഉണ്ടാകും കറിക്ക് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ തൈര് ചേർത്ത തേങ്ങ അരച്ച് കൊണ്ടുവന്നത് നന്നായി വെന്തിട്ടുള്ള കഷ്ണത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി കുറവാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തോന്നുവാണെങ്കിൽ ഈ അരപ്പിലെയും കഷ്ണത്തിലെയും മഞ്ഞളും കൂടി ചേർന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് ശരിക്കുള്ള ആ ഒരു കളർ വരുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുണ്ടോ, ഇതുപോലെ നമ്മളിപ്പോൾ സദ്യയിലെ ഇലയിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒഴിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ ഈ കറി നിൽക്കണം. അല്ലാതെ ഒരുപാട് ചാറായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു രീതിയിലല്ല നമ്മൾ സദ്യ സ്റ്റൈൽ മോരുകറി ഉണ്ടാക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുളിശ്ശേരി ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ എവിടെയാണോ ഒഴിക്കുന്നത് ആ ഒരു സ്പേസിൽ തന്നെ ആ ഒരു കറി നിൽക്കണം. ഒഴുകി പോകണം, അതുപോലെ ചാറായിട്ട് വെക്കരുത് കേട്ടോ. അത് നമുക്ക്
പിന്നെ അതാണ് അതിൻ്റേതായ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ കറിക്ക് അത്യാവശ്യം നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഈ അരപ്പൊന്ന് വേവുന്നത് വരെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ടൊന്ന് ഈ അരപ്പൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് തിളച്ച് മറിയണ്ട. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആവി കയറി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ആ ഒരു അടുപ്പിൽ നിന്ന് അത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഒന്ന് താളിച്ച് ചേർക്കാനായിട്ട് മറന്നു പോവല്ലേ. അപ്പോൾ അതേ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും ഒക്കെ ഭയങ്കര അതിഗംഭീരമായിട്ടുള്ള വിലയാണല്ലേ. അപ്പോൾ അതനുസരിച്ച് വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിത് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തു. അതിലേക്ക് കടുക് ഉലുവ ഇട്ട് കൊടുത്തു. അത് പൊട്ടി വന്നപ്പോഴത്തേക്കും 2 ചെറിയുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും 3-4 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു എണ്ണയിലേക്ക് ഈ ഒരു ഇട്ട് കൊടുത്ത എല്ലാ സാധനത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് വരിക. ആ ഒരു ടൈമിലാണ് ഇത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് കറിക്ക് ഫുള്ളായിട്ടുള്ള ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അതേ നന്നായി മൂപ്പിച്ച കൂട്ടും കൂടി നമ്മളുടെ ഈ ഒരു മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇതോടുകൂടി നമ്മൾ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇളക്കണമെന്നില്ല, അങ്ങനെ തന്നെ മൂടി വെച്ചോളൂ. അതിന് ശേഷം സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കുക. അതിഗംഭീരമായിട്ടുള്ള സൂപ്പർ കറിയാണ്. പിന്നെ സദ്യ സ്റ്റൈൽ കറി. ഇനിയിപ്പോൾ ഓണമൊക്കെ വരാൻ പോവുകയാണ്. ഓണം സ്റ്റൈൽ റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് വെച്ചൊക്കെ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ പ്ലേലിസ്റ്റിൽ ഓണം സദ്യ സ്റ്റൈൽ റെസിപ്പീസ് ഒരുപാട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് നാടൻ വിഭവങ്ങളായിട്ട് ഒരുപാട് റെസിപ്പികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് ഞാൻ ഒരുപാട് അഭിമാനത്തോടു കൂടി വായിക്കുന്ന ഒരാളാണ്. അതിനത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ട് വേണം പോകാൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.